ഹലോ, മലൂറിഡ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വീഡനിലേക്കുള്ള അഡ്മിഷൻ എൻക്വയറീസ് വരുമ്പോൾ അതിൽ ഒരുപാട് പേരുടെ ഡൗട്ടാണ് ബാച്ചിലർ ഡിഗ്രി ചെയ്യാനായിട്ട് സ്വീഡനിലേക്ക് വരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഇവിടെ ബാച്ചിലർ ഡിഗ്രി കോഴ്സുകൾ അവൈലബിൾ ആണ്. 3 വർഷമാണ് അതിൻ്റെ ഒരു കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അതിലേക്ക് വേണ്ടത് 10th +2 അതല്ലെങ്കിൽ 3 ഇയർ ഡിപ്ലോമ പ്ലസ് ഏതെങ്കിലും ഇംഗ്ലീഷ് ടെസ്റ്റുകൾ പാസ്സായിരിക്കണം. IELTS പോലെയുള്ള ഏതെങ്കിലും ടെസ്റ്റ് പാസ്സായിരിക്കണം. IELTS ആണ് എങ്കിൽ 6.5 ഓവറോൾ സ്കോർ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ഇപ്പം ഒരുപാട് വർഷത്തിന് ശേഷമായിരിക്കാം, അതായത് +2 കഴിഞ്ഞ് ഒരു 10 ഇയർ ആയി അല്ലെങ്കിൽ 15 ഇയേഴ്സ് ആയി, ഇനി ഞങ്ങൾക്കൊരു ബാച്ചിലർ ഡിഗ്രി പോസിബിൾ ആണോ എന്നുള്ളത്. സ്വീഡനിലെ ഏജ് ഒരു ബാരിയർ അല്ല. നമ്മളിപ്പോൾ ഒരു 10 അല്ലെങ്കിൽ 15 വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഒരു ബാച്ചിലർ ഡിഗ്രി ചെയ്യാനാണെങ്കിലും നിങ്ങൾക്ക് +2നും അല്ലെങ്കിൽ ഈ പറയുന്ന ഇംഗ്ലീഷ് റിക്വയർമെൻറ്റ്സും എല്ലാം മീറ്റ് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇവിടെ 30-35 വയസ്സായവരൊക്കെ ബാച്ചിലർ ഡിഗ്രി ചെയ്യാൻ വരുന്നവരുണ്ട്. പിന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മൾ നാട്ടിൽ പഠിച്ച പോലെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അല്ല. അപ്പോൾ ഒരു ബാച്ചിലർ ഡിഗ്രി എടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ടായിരിക്കും. അതായത് ഈ ഒരു ഏജിൽ നിങ്ങൾ നല്ലപോലെ ട്രൈ ചെയ്താൽ മാത്രമേ ആ ഡിഗ്രി ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഏജിൻ്റെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാകില്ല. അതുപോലെ ഇപ്പോൾ +2 ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും നിങ്ങളിപ്പോൾ 2026 നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ആകുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ഒരു വർഷം 27 വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഏകദേശം ഒരു ഏപ്രിൽ അല്ലെങ്കിൽ ഒരു മെയ്യോട് കൂടി നിങ്ങളുടെ റിസൾട്ട് വരും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കും ബാച്ചിലർ ഡിഗ്രി, സ്വീഡനിലേക്കുള്ള ബാച്ചിലർ ഡിഗ്രി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. 10th മാർക്ക് ലിസ്റ്റും അതുപോലെ +1 കംപ്ലീറ്റ് ചെയ്തതിൻ്റെ മാർക്ക് ലിസ്റ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ചെയ്യാം. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ടൈമിനുള്ളിൽ, അതായത് നിങ്ങളുടെ +2 റിസൾട്ട് വരുന്നതിന് മുമ്പ് IELTS പോലെയുള്ള ഇംഗ്ലീഷ് ടെസ്റ്റുകൾ ഏതെങ്കിലും ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കുക. IELTS-നാണെങ്കിൽ 6.5 ഓവറോൾ സ്കോർ, അതല്ലെങ്കിൽ PTE ചെയ്താലും മതി. PTEക്ക് ആണെങ്കിൽ 62 ഉണ്ടായിരിക്കണം. റൈറ്റിങ്ങിന് 61 എങ്കിലും മിനിമം ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഒരു 1 ഇയർ നിങ്ങൾക്ക് കളയാതെ തന്നെ നിങ്ങളുടെ +2 റിസൾട്ട് വന്നാൽ ഉടനെ അതിൻ്റെ മാർക്ക് ലിസ്റ്റോടെ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഒരു പക്ഷേ ഈ 2026 ഓഗസ്റ്റ് ഇൻടേക്കിലേക്ക് എത്താൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ +2 ചെയ്യുന്നവരും അതല്ല, ഒരു 10-15 വർഷത്തിന് മുന്നേ +2 ചെയ്തിട്ട് പഠിക്കാൻ സാധിക്കാതെ ഫാമിലി ഇഷ്യൂസോ അല്ലെങ്കിൽ ജോബോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് പേർക്ക് അങ്ങനെ പറ്റാറുണ്ട്. +2 വരെ പഠനം ഉണ്ടായിട്ടുള്ളൂ, അതിനുശേഷം ചിലപ്പോൾ മാരേജും കാര്യങ്ങളൊക്കെ ആയിട്ട് പഠിക്കാൻ പറ്റാത്തവരുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു നിലയിലായി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് പഠനം കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വീഡനിലേക്ക് ട്രൈ ചെയ്യാം. അതിനുള്ള ഒരു സാഹചര്യം സ്വീഡനിലുണ്ട്. അതുപോലെ ബാച്ചിലർ ഡിഗ്രി ചെയ്യാനാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഫാമിലിനെ അക്കോമഡേറ്റ് ചെയ്യാവുന്നതാണ്. ഡിപ്പെൻഡ് വിസ അലൗഡ് ആണ്. ഹസ്ബൻഡ്, വൈഫ്, കുട്ടികളായിട്ട് നിങ്ങൾക്ക് വരാൻ സാധിക്കും. സ്വീഡനിലേക്കുള്ള അഡ്മിഷൻ അല്ലെങ്കിൽ വിസ, അതല്ലെങ്കിൽ നിങ്ങൾ ഫാമിലി ആയിട്ടോ സിംഗിളായിട്ടോ വരുമ്പോൾ നിങ്ങളുടെ അക്കോമഡേഷൻ്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള എന്ത് ഹെൽപ്പിന് വേണമെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്മുടെ മെയിൽ ID, ഫോൺ നമ്പർ എല്ലാം സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ നമുക്ക് മെസ്സേജ് അയക്കുക, ഡീറ്റെയിൽസ് എല്ലാം പറയുക. നമ്മുടെ ഭാഗത്തുനിന്ന് എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ എടുത്ത് പറയാം, 2026 അഡ്മിഷൻ സ്വീഡനിൽ ഓപ്പൺ ആയിട്ടുണ്ട്. ഒക്ടോബർ 16 ഓപ്പൺ ആയി. അത് ജനുവരി 15 വരെയാണ്. ബട്ട് അതിനുശേഷവും ജനുവരി 15 ശേഷവും പല യൂണിവേഴ്സിറ്റികളിലും ലേറ്റ് ആപ്ലിക്കേഷൻസ് എടുക്കുന്നതായിരിക്കും. സോ അധികം ലേറ്റ് ആകാതെ സ്വീഡനിലേക്ക് വരാൻ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വീണ്ടും